ഫ്രണ്ട്സ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും അതുപോലെ തന്നെ രാജസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെയും ഒരു സംയുക്ത സംരംഭമായിട്ടുള്ള HRRLൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ HRRL എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം HPCL രാജസ്ഥാൻ റിഫൈനറി ലിമിറ്റഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വേക്കൻസിയിൽ കാണാം ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റി 37 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ 4 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ദെൻ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ 2 വേക്കൻസി, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കെമിക്കൽ 12 വേക്കൻസി, എഞ്ചിനീയർ മെക്കാനിക്കൽ 14 വേക്കൻസി, എഞ്ചിനീയർ കെമിക്കൽ 27 വേക്കൻസി, എഞ്ചിനീയർ ഫയർ ആൻഡ് സേഫ്റ്റി 4 വേക്കൻസി. ഇങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സാലറി ഗ്രേഡ് ഒക്കെ കൊണ്ട് E0 മുതൽ E2 വരെയാണ് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ പേ സ്കെയിലൂടെ കൊടുത്തിട്ടുണ്ട്. 30,000 മുതൽ 1,20,000 ഒക്കെ 50,000 മുതൽ 1,60,000 വരെയൊക്കെ സ്കെയിലുള്ള അത്യാവശ്യം നല്ല പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലേക്കുള്ള എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അതോടൊപ്പം എങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് വിശദമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതാ 70.8K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചാൽ 100Kയിലേക്ക് നമ്മുടെ ചാനൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു സപ്പോർട്ടായിരിക്കും നിങ്ങൾ തരുന്നൊരു അംഗീകാരമാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റിയിലേക്ക് 25 വയസ്സാണ്. ഇതൊക്കെ 25ആണ്. ഈ പറയുന്ന സീരിയൽ നമ്പർ 1 മുതൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, സീരിയൽ നമ്പർ 4 വരെ ഈ പറയുന്ന പോസ്റ്റിലേക്കെല്ലാം 25 വയസ്സ് വരെയാണ് മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏജ് ലിമിറ്റ് കണക്കാക്കുന്ന ഡേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ OBC NCL ആണെങ്കിൽ 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി ഈ പറയുന്ന പോസ്റ്റ് സീരിയൽ നമ്പർ 5, 6, 7 ഈ പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ 29 മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിന് SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 34 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ജൂനിയർ എക്സിക്യൂട്ടീവ് സീരിയൽ നമ്പർ 1 മുതൽ നിങ്ങൾക്ക് സീരിയൽ നമ്പർ 4 വരെ ഇതിലേക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളാണ്. എന്നാൽ ഇതിലേക്ക് ഈ പറയുന്ന സീരിയൽ നമ്പർ നിങ്ങൾക്ക് കൂടെ കാണാം 5 മുതൽ 7 വരെ ഇതിലേക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. എന്നാൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ 4 കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, യാതൊരുവിധ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് നമുക്ക് നോക്കാം. 5 സെപ്റ്റംബർ മുതൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപേക്ഷയുടെ അവസാന തീയതി 4 ഒക്ടോബർ 4 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഒക്കെ കണക്കാക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 26 ഓഗസ്റ്റിലേക്കാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 26 നിങ്ങൾക്ക് ഈ പറയുന്ന ഏജ് കഴിയാൻ പാടില്ല, മാക്സിമം ഏജ് ലിമിറ്റ്. അത് പ്രത്യേകം ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ ഏജ് ഒക്കെ സംശയമുണ്ട്, നമ്മുടെ വെബ്സൈറ്റ് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി. GOCL ജുലാൻഡിൽ നിങ്ങൾക്ക് നമുക്ക് ഈസി ടൂൾസ് ഉണ്ട്. ഈസി ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്ററും അങ്ങനെയുള്ള കുറച്ച് നമ്മളുടെ ഫോട്ടോ എഡിറ്റർ കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളാണ് നമ്മൾ ഓരോ പോസ്റ്റ് വൈസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 37 വേക്കൻസി നമ്മൾ പറഞ്ഞു. ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള ക്വാളിഫിക്കേഷൻ 3 ഇയർ ഡ്യൂറേഷനുള്ള റെഗുലർ ആയിട്ടുള്ള ഡിപ്ലോമ നമ്മൾ കഴിഞ്ഞിരിക്കുക. അതല്ലെങ്കിൽ സയൻസ് ഗ്രാജുവേഷനാണ്. മിനിമം 60% മാർക്ക് വേണം. SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 50% മാർക്കുള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ഇപ്പോൾ ഡിപ്ലോമ നമ്മളിപ്പോൾ ലാറ്ററൽ എൻട്രിയുടെ കഴിഞ്ഞവരാണെങ്കിലും അവർക്കും അപ്ലൈ ചെയ്യട്ടോ. ഇതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ, റെഗുലർ ഡിപ്ലോമയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ നിങ്ങൾ സയൻസ് ബിരുദം എടുത്ത ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ മിനിമം 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 50% മാർക്ക് മതി. അതോടൊപ്പം തന്നെ അവർക്ക് വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും കൂടെ വേണമെന്നുള്ള കണ്ടീഷനാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ലൈസൻസ് നിർബന്ധമാണ്. അപ്പോൾ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും കൂടെ വേണം. അത് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ലൈസൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ അത് നമ്മൾ ഈ പറയുന്ന റെസ്യൂമിൻ്റെ കൂടെ നമ്മൾ റെസ്യൂമൊക്കെ അപ്ലോഡ് ചെയ്യണം. അതിന് കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന അറ്റ്ലീസ്റ്റ് 6 മന്ത് ഡ്യൂറേഷനുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോഴ്സൊക്കെ ചെയ്തവരാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ മുൻഗണന, അഡ്വാൻറ്റേജ് ഒക്കെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അവർക്ക് കുറച്ചും കൂടെ സാധ്യത കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇതില്ലെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല, എസെൻഷ്യൽ അല്ല. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന റെഗുലർ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ അതല്ലെങ്കിൽ ഈ പറയുന്ന സയൻസ് ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ വാലിഡ് ആയുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുന്ന കണ്ടീഷനാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് നമുക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കലാണ്. 4 വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ 3 ഇയർ ഡ്യൂറേഷനുള്ള ഫുൾ ടൈം ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് മിനിമം വേണം. SC/ST PWD ആണെങ്കിൽ 50% മതി കേട്ടോ. ഇനി ലാറ്ററൽ 2 വർഷം ഡ്യൂറേഷനിൽ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിശ്ചിതമായുള്ള പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്.
ഇനി അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ ഇതിൽ 2 വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് CA കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കേട്ടോ നിശ്ചിതമായിട്ടുള്ള അതിൻ്റെ ഫൈനൽ എക്സാമിനേഷൻ മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കാനുള്ള കണ്ടീഷനാണ്. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കെമിക്കൽ പ്രോസസ്സ് ഇതിലേക്ക് നിങ്ങൾക്ക് 12 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് BE ഓർ BTech നിങ്ങൾ ഈ പറയുന്ന കെമിക്കലിലോ അല്ലെങ്കിൽ പെട്രോ കെമിക്കലിലോ നിങ്ങൾക്ക് 60% മാർക്കോടുകൂടി 4 ഇയർ ഡ്യൂറേഷനുള്ള ഫുൾ ടൈം ആയിട്ട് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്ക് മെക്കാനിക്കൽ ആണ് എഞ്ചിനീയർ. ഇതിലേക്ക് നിങ്ങൾക്ക് 14 വേക്കൻസി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് BE ഓർ BTech ഈ പറയുന്ന മെക്കാനിക്കലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലോ മിനിമം 60% മാർക്കോടുകൂടി 4 വർഷം ഡ്യൂറേഷനിൽ BE ഓർ BTech നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 50% മാർക്കുള്ള SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം. മിനിമം വർക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. 3 ഇയർ വർക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഇനി അങ്ങോട്ടുള്ള പോസ്റ്റിലൊക്കെ നമുക്ക് 3 ഇയർ അറ്റ്ലീസ്റ്റ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കെമിക്കൽ, അതായത് എഞ്ചിനീയർ കെമിക്കലാണ്. കെമിക്കൽ അല്ലെങ്കിൽ പെട്രോ കെമിക്കലിൽ നിങ്ങൾ BE ഓർ BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. ഇതിൽ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിനും വേണം. ഓക്കെ, ഇതിനടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് എഞ്ചിനീയർ ഫയർ ആൻഡ് സേഫ്റ്റി ആണ്. ഇതിൽ നിങ്ങൾക്ക് 4 വർഷം ഡ്യൂറേഷനുള്ള ഈ പറയുന്ന BE ഓർ BTech ആണ് പറയുന്നത്. ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഫയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റിയിലുള്ള കേട്ടോ 60% മാർക്ക് വേണം. ഇനി അതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കേട്ടോ. ഓക്കെ, ഫീൽഡുമായി ബന്ധപ്പെട്ട് ഇത്രയുമാണ് നമുക്ക് വേക്കൻസികൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ സാലറി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ CTC ഒക്കെ ഏകദേശം 7 to ഇയർലി നമുക്ക് ഏകദേശം 7 to അല്ലെങ്കിൽ 13 വരെയൊക്കെ അറൗണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്കെയിൽ നമുക്കൊരു 60,000 മുകളിൽ നമുക്ക് സ്കെയിൽ വരുന്ന പോസ്റ്റാണ്. പിന്നെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിവിഷനിലെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട HRLൻ്റെ എവിടെ വേണമെങ്കിലും നമ്മളെ പോസ്റ്റ് ചെയ്യാം. നമ്മുടെ രാജ്യത്ത് എവിടെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റിങ്ങിന് വിധേയമാകണം, നമ്മൾ വില്ലിങ് ആയിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇത് ട്രാൻസ്ഫറബിൾ പോസ്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. കമ്പനിയുടെ ആവശ്യത്തിനനുസരിച്ച് ഇതൊക്കെ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ മാറ്റുന്നതാണ്. ഇനി ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ അതുപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റിയിലേക്കാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന ഇതിൻ്റെ സ്കെയിൽ E0 ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ ഇൻ്റർവ്യൂ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടാവില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓൺലൈൻ എക്സാം എഴുതുന്ന സമയത്ത് അത് നോക്കണം. പിന്നെ അതിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡും ടെക്നിക്കലായിട്ടുള്ള നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷന് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ സ്കീം കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ പറയുന്ന ഫയർ ആൻഡ് സേഫ്റ്റിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം, 50 kg മിനിമം വെയിറ്റ് വേണം, ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ നോർമലും എക്സ്പാൻഡിൽ 86.5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഫീമെയിൽ ആണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം, വെയിറ്റ് ആണെങ്കിൽ 46 kg മതി കേട്ടോ. അപ്പോൾ ഇത് ഫയർ ആൻഡ് സേഫ്റ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക്, ബാക്കിയുള്ളതിലേക്കൊന്നും ആവശ്യമില്ല. ഫയർ ആൻഡ് സേഫ്റ്റിയിലേക്ക് നിങ്ങൾ ആരെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ഇനി ഈ പറയുന്ന E1 and E2 സ്കെയിലിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ അതുപോലെ എഞ്ചിനീയർ അന്തസ്സിലേക്കാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് നമുക്ക് നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടായിരിക്കില്ല. അതിൻ്റെ സ്കീം കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇതിലും നിങ്ങൾക്ക് ഫയർ ആൻഡ് സേഫ്റ്റി വരുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റും വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അത് ഫയർ ആൻഡ് സേഫ്റ്റിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രം മതി, വേറെ പോസ്റ്റിലേക്കൊന്നും ആവശ്യമില്ല. ഇനി ഇവിടെ ഇതിൻ്റെ റിസർവേഷൻ കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. റിസർവേഷൻ്റെ വേക്കൻസി അങ്ങോട്ട് ടാലി ആവുന്നില്ല, അത് ഞാൻ ജസ്റ്റ് ഇത് പറയാത്തത് ഇത് ഞാൻ അവരോട് തെറ്റിയതാണോ എന്താണെന്നറിയില്ല. ഇവിടെ നമുക്ക് അത്യാവശ്യം വേക്കൻസികൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് അവർക്ക് വന്ന മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല. നമുക്ക് ആ ഇൻട്രോയിൽ തന്ന ആ ഫസ്റ്റ് തന്ന വേക്കൻസി ആയിട്ട് ഇത് ടാലി ആയിട്ടില്ല കേട്ടോ. നമുക്ക് ആകെ 100 വേക്കൻസിയെ കാണിക്കുന്നുള്ളൂ, പക്ഷേ ഇവിടെ നല്ല വേക്കൻസികൾ കാണിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് നമ്മളത് പറയാത്തത്. എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യാം, ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ തന്നെയാണ്. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് ഞാൻ പറയാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷാ ഫീസ് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് കേട്ടോ. 1000 രൂപയാണ് അപേക്ഷാ ഫീസ്, പ്ലസ് GST 150 രൂപ ഉണ്ടാവും. 1250 രൂപ അപേക്ഷാ ഫീസായിട്ട് വരുന്നുണ്ട്. എന്നാൽ SC/ST PWD കാൻഡിഡേറ്റ്സിന് യാതൊരു ഫീസും കൊണ്ടാ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ വെറുതെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. നല്ലൊരു എമൗണ്ട് ഫീ ആയിട്ട് വരുന്നുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, സെലക്ഷൻ മെത്തേഡ്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ HPCL റിക്രൂട്ട്മെൻറ്റ് ആണ് നിങ്ങൾക്ക് കാണാം. താഴെ സ്ക്രോൾ ചെയ്ത് വരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്ലൈ ആവുന്നുള്ള ബട്ടൺ കാണാം, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് അപ്ലൈ ആവുന്നുള്ള ഓപ്പൺ ആക്കി തരാം. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് 4/9/2024 ഇതിൻ്റെ ലിങ്ക് ഓപ്പൺ ആയി വരുന്നത് 5/9/2024 ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരാൻ കാണാം. HPCL രാജസ്ഥാൻ റിഫൈനറി ലിമിറ്റഡ് എന്നിവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്.
ഇപ്പം നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ബട്ടൺ മാത്രമേ വന്നുള്ളൂ. അപ്പോൾ നാളെ ആയിരിക്കും ഇതിൻ്റെ എന്താണ് ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കൊക്കെ വരിക, അതായത് നമുക്ക് രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉള്ള. അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ എന്താണ് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് 4/9/2024, ലിങ്ക് ആക്റ്റീവ് ആവുക 5/9/2024. അതുകൊണ്ട് നമുക്ക് നാളെ അത് ചെയ്യാനുള്ള കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നാളെ വന്നിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതനുസരിച്ച് നിങ്ങൾ ഫില്ല് ചെയ്ത് പോയാൽ മതി. അതെല്ലാം നമ്മൾ ഓൺലൈനായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ നമ്മുടെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ തരാം, ലിങ്ക് തരാം. വാട്സപ്പിൻ്റെ അതൊക്കെ ഈ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ അത് മാത്രമല്ല വാട്സപ്പിൽ ഒരിക്കലും നമ്മളെന്ത് ചെയ്യുക, ഈ പറയുന്ന ഡൗട്ട് ക്ലിയറൻസ് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ നിശ്ചിത സർവീസ് ചാർജോട് കൂടി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്